കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷം തന്നെയാണ്. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാല് ഋതുവിന് ഭയങ്കര അഹങ്കാരമായിരുന്നു. അവളുടെ അഹങ്കാരത്തിന്റെ ഒരു പണി കിട്ടണം തന്നെ എല്ലാവരും വിചാരിച്ചോണ്ടിരുന്നേ. അതുപോലെ തന്നെ അവളുടെ അഹങ്കാരത്തിന് അവൾക്ക് തെട്ടിന്റെ പണി കിട്ടുവാണ്. പല്ലവീനെ സേതുവിനെയൊക്കെ അവൾക്കൊരു പുച്ഛഭാവമായിരുന്നു. തനിക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ തനിക്ക് ആരുടെ ഒരു സഹായം ആവശ്യമില്ല എന്നൊരു മട്ടും ഭാവമായിരുന്നു അവൾക്ക്. ഈ പൊന്നുമടത്തില് താൻ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ, അല്ലെങ്കിൽ സേതുവും പല്ലവിയും ഈ കുടുംബത്തിൽ ആരുമല്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവളുടെ ആ അഹങ്കാരത്തിന്റെ മൊനയിടിയുവാണ് നാളത്തെ ദിവസം. അവസാനം സേതുവിന്റെ പല്ലവിയുടെയൊക്കെ രക്ഷ അവൾക്ക് വേണ്ടി വരുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം പ്രതാപനെ വീട്ടിൽ കയറി പൊളിച്ചെടുക്കുവാണ് സേതു. കാരണം മറ്റൊന്നുമല്ല, ഋതുവിന്റെ കയ്യിൽ നിന്ന് കുറെ പണം മേടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തെളിവില്ലാതെയാണ് മേടിച്ചെടുത്തിരിക്കുന്നത്. അതാണെങ്കിലോ പ്രതാപം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ചോദിച്ച ഉടനെ എടുത്തു കൊടുക്കുകയും ചെയ്തു. ടെക്സ്റ്റൈൽ ഷോപ്പിന് പണമാണ്. ആ പണം അടച്ചെങ്കിൽ മാത്രമാണ് ബാങ്കിൽ നിന്ന് ജപ്തി നടപടികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ പ്രതാപന് നന്നായിട്ട് അറിയുന്ന. പക്ഷെ പണം ചോദിച്ചു കഴിഞ്ഞപ്പോ പ്രതാപൻ ഒരുമാതിരി മുട്ടായക്തി വർത്താനങ്ങളൊക്കെയാ പറയുന്നത്. അവസാനം സേതു എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പണം കൊടുത്തോണം. പണം കൊടുത്തില്ലെങ്കിൽ ദേ നിന്റെ ഭാര്യ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല. നീയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വ്യത്യാസം ഒന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറയണം. അങ്ങനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പത്മജി എന്നിട്ട് പറഞ്ഞു, ഇതേ പ്രതാപേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സേതു അവൻ ആളത്ര ശരിയല്ല. അവന്റെ നോട്ടോ മട്ടും പറിച്ചിലോ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാം. എന്റെ മോളെ, ഈ ഭീഷണിക്കൊക്കെ ഞാൻ വഴങ്ങാനോ? പ്രതാപന് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഈ പ്രതാപന്റെ കസ്റ്റഡിയിൽ തന്നെ എത്ര പിള്ളേരുണ്ടെന്ന് അറിയാവോ? ഇതൊക്കെ എനിക്ക് നിസാരമാന്ന് പറയാം. നിസാരവാ, സേതുവിനെ ശരിക്കും അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പണം അങ്ങ് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എങ്ങനെയാലും അവനെ ഒന്ന് ഒഴിവാക്കാൻ നോക്കാൻ പറയണം. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഈ വീട്ടിൽ കയറുമെന്ന് അവൻ വെല്ലു വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഇല്ലാതാക്കുന്ന അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ ഞാൻ വെറുതെ വിടാൻ പോവാണോ? എൻ്റെ അടുത്ത് അവന്റെ ഒരു കളി നടക്കല. ഈ പ്രതാപൻ ആരാന്ന് ശരിക്കും അവൻ അറിയാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ പെട്ടെന്ന് വേഷവും മാറി പുറത്തേക്ക് പോവാണ്. അങ്ങനെ നേരെ ചെല്ലുന്ന ഇന്ദ്രനെ കാണാനാണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞോണക്ക് ഇന്ദ്രൻ ഈ പറയുന്ന പല്ലവിയുടെയും സേതുവിന്റെ ഒക്കെ ഏറ്റവും വലിയ ശത്രുവാന്ന് അവനറിയാം. അങ്ങനെ പ്രതാപൻ ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ട് പ്രതാപൻ പിന്നീട് ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ കളിക്കകത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ നേട്ടം എന്ന് ചോദിക്കാം. പല്ലവിനെ ഏത് വിധത്തിലും ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ബാക്കി നിങ്ങളോടൊപ്പം ഞാനും എല്ലാത്തിനും കൂടാന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഋതുവിനെ പൊക്കണം. ഋതു കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ പൊക്കണം. അവളെ പൊക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയണം. ഇതെല്ലാം പ്രതാപനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പ്രതാപൻ എല്ലാം കേട്ടു. പ്രതാപന് സന്തോഷമായി. ഈ സമയം ഋതു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഋതു പതിവ് പോലെ തന്നെ കമ്പനിയിലേക്ക് പോവാണ്. അങ്ങനെ കമ്പനിയിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം പുറത്തിറങ്ങുവാണ്. കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഋതുവിന് ഒന്നൊരു സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അതിനുശേഷം നേരെ കാറിന്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്താണ് പ്രതാപന്റെ വരവ് അങ്ങോട്ടേക്ക്. അങ്ങനെ പ്രതാപൻ ഋതുവിന്റെ അടുത്തേക്ക് വന്നു. ഋതുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോളെ, എനിക്ക് മോളോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണ. എന്താ അങ്കിളെ? എനിക്ക് അങ്കിളിനോട് അധികം സംസാരിക്കാനില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തരാനുള്ള പണം എത്രയും പെട്ടെന്ന് തരണം. അല്ലെങ്കിലുണ്ടല്ലോ, അറിയാലോ, വീട്ടിൽ കയറി ഒന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ അങ്കിളെന്ന് ചോദിക്കാം. മോള് വന്നേ, നമുക്ക് അല്പം സംസാരിക്കാന്നും പറഞ്ഞുകൊണ്ട് ഋതുവിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുവാണ്. അപ്പൊ ഋതുവിനോട് ചോദിച്ചു, മോളെ, നിനക്കറിയാലോ, എനിക്കാണ് ഇപ്പൊ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. ഋതു പറഞ്ഞു, അങ്കിളിന് അത് പറയാം. പക്ഷെ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയും പെട്ടെന്ന് പണം അടച്ചില്ലെങ്കിൽ ജപ്തിയാവും. പൊന്നുമോട് അങ്ങനെ ജപ്തി ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല. ഞാനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം മോളെ. ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. എല്ലാം അവന്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെക്കാം, സേതുവിന്റെ തലയിലേക്ക്. അതൊന്നും നടക്കുന്ന കാര്യമില്ല അങ്കിളെന്ന് പറയണം. ഈ സമയത്ത് പ്രതാപൻ എന്ത് ചെയ്യാണ്? പ്രതാപൻ പതുക്കെ ഇങ്ങോട്ട് പിന്നോട്ട് മാറുന്നുണ്ട്. പതുക്കെ പുറകെ നിൽക്കുകയാണ്. അങ്ങനെ അവർ നടന്ന് കുറച്ച് ദൂരം കൂടെ വന്നു. അപ്പോഴേക്കും ഇന്ദ്രൻ കാറുമായിട്ട് കാറിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഋതു അതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. അങ്ങനെ നടന്നെടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പെട്ടെന്ന് കാറിന്
അടുത്തുനിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നേരെ ഋതുവിന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഋതുവിന് അനങ്ങാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ എന്താണ് ഋതുവിനെ ബോധം കെടുത്താണ് ക്ലോറോഫോം മണപ്പിച്ച്. ഒരു നിമിഷം ഋതു എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഋതുവിന്റെ ബോധം അങ്ങോട്ട് പോയി. അങ്ങനെ പ്രതാപൻ എന്ത് ചെയ്യണം, അവളെ തൂക്കിയെടുക്കുകയാണ് ഈ സമയത്ത്. നല്ല കാര്യം, രക്ഷപ്പെട്ടു. ഇവൾക്കിട്ടുള്ള പണി ഇനി കിട്ടി. ഇനിയാണ് എന്താ ചെയ്യുന്നേ, ഇവൾക്കിട്ടുള്ള പണി എങ്ങനെ കൊടുക്കണം. ഇത്രയും ദിവസമായിട്ട് ഇവള് കാരണം മനുഷ്യന്റെ സമാധാനം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഇവള് പണം ചോദിക്കും പോലും, ചോദിക്കട്ടെ അപ്പൊ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ കരുതിയിട്ട് അവളെ എടുത്ത് നേരെ വണ്ടി ഡിക്കിക്കകത്തേക്ക് കൊണ്ടിടുവാണ്. പിന്നെ അവളെയും കൂടെ നേരെ പോവാ. അപ്പോൾ ഒഴിഞ്ഞൊരു വീടുണ്ടായിരുന്നു. അപ്പം വീടും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ പിടിയിലേക്ക് അവളെ കിട്ടുവാണ്. ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നീ വേണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അറിയാലോ, നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, ഇനി എന്റെ കാര്യങ്ങളും കൂടെ ഓക്കെ ആക്കി തരണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. അങ്ങനെ എന്ത് വേണം, പ്രതാപൻ അവളെ നേരെ കൊണ്ടുവന്ന ഒരാളൊഴിഞ്ഞ് വീട്ടിലേക്ക് അവിടേക്ക് കൊണ്ടേ. ആ സമയത്തൊന്നും അവൾക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന്റെ വീടിനകത്തേക്ക് എടുത്തുകൊണ്ട് പോവാണ്. എടുത്തുകൊണ്ട് പോയി ഒരു കസാര കൊണ്ട് ഇരുത്തി. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും അവള് മയക്കുക. അവള് മയങ്ങട്ടെ, നല്ല രീതിയിൽ തന്നെ മയങ്ങട്ടെ എന്ന് കരുതിയിട്ട് പ്രതാപൻ അവളെ അവിടെ കിടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഋതു കണ്ണ് തുറക്കുവാണ്. ഋതു കണ്ണ് തുറന്ന് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ ഋതുവിനൊന്നും മനസ്സിലായില്ല. തലയ്ക്ക് നല്ലൊരു എന്തോ ഒരു പെരുപ്പ് പോലെ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് എന്താ ഏതെന്ന് മനസ്സിലാകുന്നില്ല. താൻ എവിടെയാന്ന് പോലും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഋതുവിന്റെ മനസ്സിലേക്ക് താൻ പ്രതാപനങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുവാണ്. ആ സമയം ഋതുവിന് മനസ്സിലായി താൻ അപകടത്തിൽ പെട്ട് കഴിഞ്ഞെന്ന്. അങ്ങനെ അപകടത്തിൽ പെട്ടെന്ന് അതിന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും ഋതു പെട്ടെന്ന് അവിടെ കിടന്ന് എന്നെ രക്ഷിക്കാനും പറഞ്ഞ് കിടന്ന് അലറുവാണ്. അപ്പോഴേക്കാണ് പ്രതാപനകത്തേക്ക് കയറി വരുന്നത്. പ്രതാപനകത്തേക്ക് വന്ന് ആ കഥ അങ്ങോട്ട് അടച്ചു. എന്നിട്ട് പറഞ്ഞു, മോള് കണ്ണു തുറന്നായിരുന്നോ? ആഹാ, മോള് കണ്ണു തുറന്നെങ്കിൽ നല്ല കാര്യമായെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അതെ നിനക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണ്ടേ, വീട്ടിൽ പോണേ ഞാൻ പറയുന്ന പോലെ തന്നെ അനുസരിക്കണമെന്ന് പറയണം. ഇത് കേട്ടൻ പറഞ്ഞു, അങ്കിൾ എന്ത് പരിപാടിയായി കാണിക്കണേ, എന്നെ മര്യാദയ്ക്ക് പറഞ്ഞുവിട്, എനിക്ക് പോണെന്ന് പറയാം വീട്ടില്. പോകാം, നിന്നെ പറഞ്ഞുവിടാം, നീ ധൃതിപ്പെടാതിരിക്കുക. അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നീ ചെയ്തു തരേണ്ടതുണ്ടെന്ന് പറയണം. എന്ത് കാര്യങ്ങള്? അതൊക്കെ ഉണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. പിന്നീട് ഒരു മുദ്രപത്രം എടുത്തോണ്ട് വന്നു. മുദ്രപത്രം എടുത്തോണ്ട് വന്നിട്ട് അതങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത്തേക്ക് അങ്ങോട്ട് സൈൻ ചെയ്യാൻ പറയണം. സൈൻ ചെയ്യാനോ? ഇതെന്താ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. സൈൻ സൈൻ ചെയ്താൽ മാത്രമേ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പൊ അതിനകത്ത് എഴുതിയേക്കുന്ന പ്രതാപന് പണമൊന്നും കൊടുക്കാനില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, അതിന്റെ ഫുൾ വിശേഷം വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഒരു പക്ഷേ ഋതുവിന്റെ സ്വത്തുക്കളും കൂടെ തട്ടിയെടുക്കാനുള്ള പരിഗണനയാണോ പ്രതാപം കാണിക്കുന്ന അറിയത്തില്ല. അതോ ഇനി ടെക്സ്റ്റൈൽ ഷോപ്പിനെ സംബന്ധിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് അറിയത്തില്ല. പ്രതാപന് ഒരു കാര്യം ഉറപ്പാ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് അവൾ സൈൻ ചെയ്താൽ മതിയാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രതാപൻ ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഋതുവിനോട് പറഞ്ഞപ്പോൾ ഋതു സമ്മതിച്ചില്ല. അങ്ങനെയാണ് നീ പോയത്, വാ, ഇവിടെ നിന്ന് നീ അനങ്ങുമല്ല, ഇറങ്ങാനും പോകുന്നില്ല, നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരത്തില്ല എന്നൊക്കെ പറയാണ്. പിന്നെ നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോന്ന് ഞാൻ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ശരിക്കും കണ്ടിട്ടോളാം എന്നൊക്കെ പറയണം. ഈ സമയം പൊന്നുമടത്തില് ഋതു ചെല്ലേണ്ട സമയം കഴിഞ്ഞിട്ട് ഋതുവിനെ കണ്ടില്ല. വിളിച്ചു നോക്കിയിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ്. എന്ത് പറ്റി എങ്ങനെ പറ്റിയൊന്നും അറിയത്തില്ല. പിന്നീട് പൂർണിമ നേരെ പല്ലവിയുടെ അടുത്തേക്ക് എല്ലുവാണ്. പല്ലവി എടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, മോളെ ഇതുവരെയായിട്ട് ഋതു എത്തിയിട്ടില്ലെന്ന് പറയാണ്. അല്ല അമ്മ വിളിച്ചു നോക്കില്ലേ? വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പത്തിന് അവിടുന്ന് ഋതു ഇറങ്ങിയെന്നാ അറിയാനായിട്ട് കഴിഞ്ഞ. അപ്പൊ അവൾ ഇറങ്ങിയിട്ട് പിന്നെ അവൾ എങ്ങോട്ട് പോയി? അവൾ അങ്ങനെ അടുത്ത് പോകുന്നതല്ല, പോയെങ്കിൽ തന്നെ ഒന്ന് പറയേണ്ടതാണ്. പിന്നീട് സ്വാതിയോട് പറയണം. സ്വാതിയാണെങ്കിൽ അറിയാവുന്നിടത്തേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഒരിടത്തേക്കും എത്തിയിട്ടില്ല. അപ്പോഴേക്കും സേതു ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് സ്വാതി പറഞ്ഞു, ഒരു കാര്യം ചെമ്മേ, ചിലപ്പം ചേച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയണം. അപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. പിന്നീട് സേതുവിനോട് പറഞ്ഞു, സേതു ഒരു പക്ഷെ എന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ തോന്നുന്നുണ്ട്, അവൾക്ക് എന്തോ ഒരു അപകടം വന്നതുപോലെ. അങ്ങനെയാണെങ്കിൽ നീ അവളെ രക്ഷിക്കണം, അവൾക്ക് എന്താ അപകടം പറ്റിയെന്നും അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടോ പല്ലു പറഞ്ഞു, പൂർണ്ണാമ്മ ഒന്ന് വിഷമിക്കാതിരിക്കുക, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഋതു അവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വരാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാൻ പോയിട്ട് വരാം, ഞാനൊന്ന് അവളെ പോയി അന്വേഷിച്ചിട്ട് വരാന്നൊക്കെ പറയണം. കാരണം സേതുവിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. പ്രതാപനെ താൻ വീട്ടിൽ കയറി പോയി വെല്ലുവിളിച്ചപ്പം അവൻ വെറുതെ ഇരിക്കാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അങ്ങനെയാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് കരുതിയിട്ട് അവസാനം സേതു ഋതുവിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. അങ്ങനെ അന്വേഷിച്ചിട്ട് കുറെ അന്വേഷിച്ച് തപ്പി നടന്നിട്ടൊന്നും ഋതു എവിടെയാ എങ്ങനെയൊന്നും അറിയാനായിട്ട് കഴിഞ്ഞില്ല. അവസാനമാണ് സേതു ആ കാര്യങ്ങൾ അറിയുന്നത്. അവള് പ്രതാപന്റെ പിടിയിലാന്നുള്ള കാര്യം. അങ്ങനെ ഒടുവില് ഋതുവിന്റെ അടുത്തേക്ക് സേതു എത്തിച്ചേരുവാണ്. അവിടെ വെച്ച് പ്രതാപനുമായിട്ട് വലിയൊരു
അടിയെ നടക്കുന്നുണ്ട്. പ്രതാപനും അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ഇന്ദ്രനും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സേതു എത്തിയിട്ടുണ്ടെങ്കിൽ സേതുവിനെ പൂട്ടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ ഭേദിച്ച സേതു അവസാനം ഋതുവിനെ രക്ഷപ്പെടുത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതോടുകൂടിയെങ്കിലും ഋതുവിന്റെ മനസ്സ് മാറുമോന്ന് അറിയത്തില്ല. തന്നെ സേതു ആ രക്ഷിച്ച അപ്പം വലിയേട്ടൻ ഉള്ളതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടെന്ന്. അവളുടെ സ്വഭാവം ഏതാണ്ട് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ ഋതുവിന് ഇതോടുകൂടി ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ ഏതാന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, 1-2 ദിവസമായിട്ട് ഡെയിലി സ്റ്റോറിക്കകത്ത് വിശേഷങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ എന്താണെങ്കിലും ഞാൻ വിശേഷങ്ങൾ ഇടാൻ തുടങ്ങുവാണേ. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെ, അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അതിനകത്താണ് ഞാൻ ഇനി ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തേക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.